തേജസ് ന്യൂസിൻ്റെ മണ്ഡലം പര്യടനം ഇന്ന് എത്തി നിൽക്കുന്നത് ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലാണ്. പുന്നപ്രയുടെയും വയലാറിൻ്റെയും ചരിത്രമുറങ്ങുന്ന മണ്ണിൽ പക്ഷേ കഴിഞ്ഞ 11 തവണ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 8 തവണ ജയിച്ചു കയറിയത് UDF തന്നെയാണ്. ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. 2016 നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിൽ നിന്നും 6 മണ്ഡലങ്ങളിലും LDF ആണ് വിജയിച്ചത്. രമേശ് ചെന്നിത്തല മത്സരിച്ച ഹരിപ്പാട് നിന്ന് മാത്രമാണ് UDFന് വിജയിക്കാനായത്. KC വേണുഗോപാലാണ് കഴിഞ്ഞ 10 വർഷമായി ആലപ്പുഴയെ പ്രതിനിധാനം ചെയ്ത് ലോകസഭയിലുള്ളത്. 2009 KC വേണുഗോപാലിനെ രംഗത്തിറക്കിയ കോൺഗ്രസ് ആലപ്പുഴയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം വലത്തോട്ട് മാറ്റി എഴുതി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19,407 വോട്ടുകൾക്കാണ് ആലപ്പുഴയിൽ വേണുഗോപാൽ ജയിച്ചു കയറിയത്. എന്നാൽ ഇത്തവണ ഷാനിമോൾ ഉസ്മാനെ അംഗത്തിനിറക്കിയാണ് UDF പോരാട്ടത്തിനിറങ്ങിയത്. KC വേണുഗോപാലിൻ്റെ പ്രവർത്തന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് ഷാനിമോൾ ഉസ്മാൻ പ്രചാരണം തുടരുന്നത്. തെക്കൻ കേരളത്തിൽ UDFന്റെ ഏക വനിതാ സ്ഥാനാർത്ഥിയാണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാൻ മത്സരിക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ ആര്യാട് പഞ്ചായത്തിലെ സ്വീകരണ സ്ഥലത്താണ് തേജസ് മണ്ഡല പര്യടനം ഇപ്പോഴുള്ളത്. ആര്യാട് പഞ്ചായത്തിലെ ഐക്യഭാരത് ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ തേജസ് ന്യൂസിൻ്റെ മണ്ഡല പര്യടനം ഇപ്പോൾ നിൽക്കുന്നത്. സ്ഥാനാർത്ഥിയുടെ വിജയസാധ്യതയെക്കുറിച്ചും ഈ മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ചും ഷാനിമോൾ ഉസ്മാനോട് നമുക്ക് ചോദിച്ചറിയാം. 101% ഐക്യ ജനാധിപത്യ മുന്നണി ആലപ്പുഴ പാർലമെൻറ്റ് സീറ്റിൽ ജയിക്കും. ശ്രീ KC വേണുഗോപാലിൻ്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ജനപ്രതിനിധി എന്നുള്ള നിലയിലുള്ള നിലപാടുകൾ തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അനുകൂലമായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഓരോ ഇടങ്ങളിലും ചെല്ലുമ്പോഴേ KC വേണുഗോപാൽ ചെയ്തിട്ടുള്ള വികസന പദ്ധതികൾ, സാധാരണക്കാർക്കൊപ്പം നിന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അതൊക്കെ 100% എനിക്ക് ഗുണകരമായിരിക്കും. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഇന്ത്യയിലെ ജനങ്ങളാകെ ആഗ്രഹിക്കുന്നത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്നും മതേതര ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിൽ വരണമെന്നുമാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രതിഫലനം കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും കർണാടകത്തിലും, അത് പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യയിൽ ആകമാനമുണ്ട്. കേരളത്തിൽ 2020 ആ ഒരു സ്ഥാനാർത്ഥിത്വം കൊണ്ട് എത്തിപ്പെടാൻ സാധിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ മുന്നേറ്റത്തിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിത്തറയുള്ള മണ്ണാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. എന്നാൽ ഇത്രയും കാലമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനായാസം ഇതുവരെ ഇവിടെ ജയിച്ചു കയറാൻ സാധിച്ചിട്ടില്ല എന്നത് മറ്റൊരു വസ്തുത. അരൂർ നിയോജക മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള AM ആരിഫാണ് LDFന്റെ ഇത്തവണത്തെ ആലപ്പുഴ ലോകസഭാ മണ്ഡലം സ്ഥാനാർത്ഥി. ആരിഫിന്റെ ഇന്നത്തെ പ്രചരണം അരൂർ മണ്ഡലത്തിലെ മുഹമ്മയിലാണ്. രാഷ്ട്രീയത്തിനൊപ്പം സമുദായ വോട്ടുകൾക്കും നല്ല തിരയിളക്കമുള്ള ദേശമാണ് ആലപ്പുഴ. ഈഴവ സമുദായത്തിനാണ് കൂടുതൽ വോട്ട്. നായർ സമുദായം 15%, മുസ്ലിം സമുദായത്തിന് 2 ലക്ഷത്തോളം വോട്ടും, ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് 1 ലക്ഷത്തിലധികം വോട്ടുമുള്ള ലോക്സഭാ മണ്ഡലത്തിൽ CPM ആരിഫിനെ ഇറക്കുമ്പോൾ ആലപ്പുഴയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി. AM ആരിഫ് നിലവിൽ അരൂർ MLA കൂടിയാണ്. ആരിഫിന്റെ മണ്ഡല പര്യടനത്തിൽ ഓരോ പര്യടന കേന്ദ്രങ്ങളിലും വമ്പിച്ച ജനക്കൂട്ടത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിജയസാധ്യതയെക്കുറിച്ചും മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ചും നമുക്ക് AM ആരിഫിനോട് ചോദിച്ചറിയാം. എപ്പോഴൊക്കെ വർഗീയമായ വെല്ലുവിളികൾ ഉയരുന്നു അപ്പോഴൊക്കെ കേരളത്തിന്റെ മതേതര മനസ്സ് ഇടതുപക്ഷത്തിനൊപ്പം ചേരുന്നതാണ് പതിവ്. വാജ്പേയിയുടെ ഭരണത്തെ മാറ്റാൻ 20-18 സീറ്റ് നൽകിയ പാരമ്പര്യമുണ്ട് ഈ കേരളത്തിന്. അത് ആവർത്തിക്കും. മണ്ഡലം നിലനിർത്താൻ UDFും പിടിച്ചെടുക്കാൻ LDFും ശക്തമായി പോരാടിക്കുന്ന ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ
സജീവമായ സാന്നിധ്യവുമായി SDP സ്ഥാനാർത്ഥി KS ഷാൻ രംഗത്തുണ്ട്. SDPI സംസ്ഥാന സമിതി അംഗം KS ഷാൻ മത്സര രംഗത്ത് സജീവമാണ്. കണ്ണൂർ കഴിഞ്ഞ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള മണ്ഡലമാണ് ആലപ്പുഴ. ഈ മേഖലയിൽ അടിക്കടി ഉണ്ടാകുന്ന കടൽക്ഷോഭത്തിന് പരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്ന ജനകീയ പ്രക്ഷോഭങ്ങളുടെ നേതൃനിരയിൽ ഉള്ള വ്യക്തിത്വമാണ് KS ഷാനിൻ്റേത്. 2 ലക്ഷത്തോളം മുസ്ലിം വോട്ടുകളുള്ള മണ്ഡലത്തിൽ ഇടത് വലത് മുന്നണികളുടെ ജയപരാജയത്തെ നിർണ്ണയിക്കാൻ SDPI സ്ഥാനാർത്ഥിക്ക് കഴിയും. KS ഷാന്റെ സ്വീകരണ കേന്ദ്രമായ കരുനാഗപ്പള്ളിയിലെ പുതിയകാവിലാണ് തേജസ് മണ്ഡല പര്യടനം ഇപ്പോഴുള്ളത്. KS ഷാനോട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളും വിജയപ്രതീക്ഷയും നമുക്ക് പങ്കുവയ്ക്കാം. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ യഥാർത്ഥ ബദൽ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വതന്ത്ര ഇന്ത്യ കണ്ടതിന് ശേഷം ഏറ്റവും കിരാതമായ ഒരു ഭരണമാണ് BJP ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ അക്രമികളാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഒരു ബദലാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഉയർത്തുന്നത്. അപ്പോൾ അത് നമ്മൾ പറയുമ്പോൾ കേരളത്തിൽ UDFും LDFും വരുന്നുണ്ട്. പക്ഷേ UDF എന്ന് പറയുന്നത് ശരിക്കും BJPയുടെ ഒരു പൂരകം തന്നെയാണ്. കാരണം യഥാർത്ഥ വർഗീയവാദികൾ ഞങ്ങളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മത്സരമാണ് BJPയോട് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം എന്ന് പറയുന്നത് ബാബരി മസ്ജിദ് നിന്ന സ്ഥലത്ത് രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് പറഞ്ഞത് AICCയുടെ ജനറൽ സെക്രട്ടറി ആണെന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് വരുന്ന കേരളത്തിലൊരു വിഭാഗമാണ് ഇടതുപക്ഷം. ഇടതുപക്ഷം എന്ന് പറയുന്നത് ശരിക്കും ഇപ്പോൾ ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് അവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്രത്യയശാസ്ത്രപരമായിട്ടോ പാർട്ടി നിലപാടുപരമായിട്ടോ ഒരു തിരഞ്ഞെടുപ്പിനല്ല അവർ നേരിടുന്നത്. കാരണം നമ്മൾ അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിച്ച് കഴിഞ്ഞാൽ കാണാം, പല MLA നിർത്തിയിട്ടാണ് അവർ ഇപ്രാവശ്യം തിരഞ്ഞെടുപ്പ് നേരിടുന്നത്. പാർട്ടിയുടെ ഒരു പ്രത്യയശാസ്ത്ര പോളിസിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് ഈ കേരളത്തിലെ ജനങ്ങളോട് വെക്കാൻ പറ്റുന്നത്. അവിടെയാണ് ഈ അപകടകരമായ ഒരു കാലാവസ്ഥയിലാണ് പാർട്ടി യഥാർത്ഥ ബദൽ എന്ന് പറയുന്ന വിവേചനമില്ലാത്ത കോർപ്പറേറ്റുകളോടും വർഗീയതയോടും ഒരിക്കലും സന്ധ്യയാവാത്ത ഒരു നിലപാടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുമ്പോട്ട് വെക്കുന്നത്. അതിന് വമ്പിച്ച സ്വീകരണമാണ് എല്ലാ സ്ഥലങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 5ാമത്തെ നിയോജക മണ്ഡലത്തിലെ പര്യടനത്തിൽ 2ാം ഘട്ട പര്യടനത്തിലാണ് നല്ല സ്വീകരണമാണ് പൊതുജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് വമ്പിച്ച മുന്നേറ്റം ഈ പ്രാവശ്യ തെരഞ്ഞെടുപ്പിൻ്റെ പാർട്ടി മുമ്പോട്ട് വെക്കും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ UDFിനാണ് മുൻതൂക്കമെങ്കിലും LDF UDF പ്രചരണം സമാസമമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം. ആലപ്പുഴ മണ്ഡലത്തിലെ UDFിനാണോ LDFിനാണോ സാധ്യത? ഇവിടെ ഇവിടെ LDFിന് തന്നെ ആകാനാണ് സാധ്യത. UDF ആണ് വരാൻ സാധ്യത. LDF ആയിരിക്കും ജയിക്കും. UDFിന് സാധ്യത UDFിനാണ്. ഇപ്പോൾ UDF ജയിക്കത്തുള്ളൂ. ഇവിടെ സാധ്യത രണ്ടുപേർക്ക് സാധ്യതയുണ്ട്. രണ്ടും ജയിക്കണമെന്ന് താല്പര്യം. സാധാരണ ഈ ഇവരുടെ മണ്ഡലമല്ലേ, കോൺഗ്രസിന്റെ സീറ്റല്ലേ. ഈ പ്രാവശ്യം എന്തോ അതൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ. LDF ആണ് നമ്മുടെ ഒരു LDF LDFിനാണ് ജയിക്കാൻ. പിന്നെ LDF ആണെന്ന് തോന്നുന്നു. UDF ജയിക്കും, ഉറപ്പാണ്. ഇവിടെ LDF ജയിക്കത്തുള്ളൂ. ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് ആണെന്നാണ് തോന്നുന്നു. LDF ജയിക്കും. ഇവിടെ ജയിക്കാൻ സാധ്യതയുള്ള ഹാരിസാണ്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ തേജസ് ന്യൂസിന്റെ മണ്ഡല പര്യടനം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് കൊല്ലത്ത് വെച്ച് കാണാം.